ചക്കയുടെയൊക്കെ സീസണല്ലേ. ചക്ക വെച്ചിട്ട് നമുക്ക് കുഞ്ഞു കൽത്തപ്പങ്ങൾ ഉണ്ടാക്കിയെടുത്താലോ. നല്ല രുചിയാണ് കേട്ടോ. പഴുത്ത ചക്ക, പച്ച ചക്ക, അതേപോലെ പുളിപ്പ് പിടിച്ച ചക്ക ഏതായാലും ശരി കേട്ടോ. പച്ചരിയും ചക്കയും കൂടി ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതുപോലെ നല്ല സോഫ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ചക്ക എടുത്തിട്ടുണ്ട്. അതൊരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. വെള്ളം കൂടി പോകരുത്. ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും 2 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് അലിയിപ്പിച്ചെടുക്കാം. കുറച്ച് നെയ്യിൽ നമ്മൾ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അത് കോരിയെടുക്കാം കേട്ടോ. ആ എണ്ണയൊന്നും എടുക്കണ്ട. അതിൽ വീണ്ടും ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ശർക്കര നല്ലോണം തിളച്ചിട്ടുണ്ട്. ആ ചൂട് കൊടുക്കണേ നമ്മൾ ഈ മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അരിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വറുത്തെടുത്ത് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എള്ളു കൂടി ഇട്ടിട്ട് അതുകൂടി നമ്മൾ ഇതുപോലെ ഒന്ന് കോരിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി നമ്മൾ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു നുള്ളുപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളപ്പച്ചട്ടി വെച്ചിട്ട് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊരു നുള്ളു ഒഴിച്ചു കൊടുത്തിട്ട് 1.5 തവി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു പുറം വെന്ത് വരുമ്പോൾ നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി കൽത്തപ്പാണ് കേട്ടോ ചക്ക കൊണ്ട്. അപ്പോൾ ചക്കയുടെ സീസണല്ലേ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. അസ്സലാമു